गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരള ഘടകം വിഭാവന ചെയ്ത് കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി ധർമ്മ സന്ദേശ യാത്ര നടത്തുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കുതിരോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് ആ ദീപത്തെ മുൻനിർത്തി സന്യാസിമാര് യാത്ര ചെയ്തു. കർണാടകത്തിലെ വലിയൊരു സന്യാസി സമൂഹം അത്യാദരപൂർവം ഞങ്ങളെ പറഞ്ഞയച്ചു. നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് കണ്ണന്റെ ഊരിലാണ്. കണ്ണന്റെ ഊരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തെയ്യങ്ങളുടെ ഭൂമിക. സമൂഹത്തിലേക്ക് ദൈവം ഗൃഹങ്ങളിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന മുത്തപ്പന്റെ ആരൂഢ സ്ഥാനം. പൂരകളിയുടെയും മറുത്തുകളിയുടെയും കുറെ ഭാഗങ്ങൾ നിലനിൽക്കുന്ന ജില്ല. രാജരാജേശ്വരന്റെയും കൊട്ടിയൂര് പെരുമാളുടെയും അന്നപൂർണേശ്വരിയുടെയും അതുപോലെ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെയും വിഹാരസ്ഥാനം. അതിനൊക്കെ ഉപരി എന്നുമെന്നും അവധൂത മഹാത്മാക്കൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രദേശം. നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന കണ്ണൂർ പട്ടണം, അതിൻ്റെ കേന്ദ്രം തന്നെ മുനീശ്വര കോവിലാണ്, കേന്ദ്രസ്ഥാനം. ആ മുനീശ്വരൻ മാത്രമല്ല, എത്രയോ മുനീശ്വരന്മാരുടെ വിഹാര ഭൂമിയാണിത്. എത്രയോ സമീപ കാലഘട്ടത്തിൽ സൂര്യനാരായണ സ്വാമികളായാലും ഇനി മറ്റ് പല പല മഹാപുരുഷന്മാരായാലും ഇവിടെ വിഹരിച്ചു. രമാദേവി അമ്മയും കൂടാളി അമ്മയും ഒക്കെ അവരുടെ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ഈ കണ്ണൂരിനെ പ്രകാശിതമാക്കി. പ്രാചീനമായ ചരിത്രത്തിലേക്ക് നോക്കിയാലും സമീപ ഭൂതകാലത്തിലേക്ക് നോക്കിയാലും ആധ്യാത്മികതയുടെ, ധാർമ്മികതയുടെ വലിയൊരു ദീപശിഖ ജ്വലിച്ച പ്രദേശമാണിത്. ഇവിടെ വ്യാവസായികമായി തടി കച്ചവടത്തിൻ്റെയും
നൂൽപ്പിന്റെയും വസ്ത്രനിർമ്മാണത്തിന്റെയും വലിയ ഭൂമികയായിരുന്നു. അതുകൊണ്ട് തന്നെ സമൃദ്ധമായിരുന്നു, സമ്പന്നമായിരുന്നു. ആചാരനിഷ്ഠയോടുകൂടി പുലർന്ന കുടുംബങ്ങളായിരുന്നു കണ്ണൂർ. ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. സമീപ കാലഘട്ടത്തിൽ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ അഗ്രിമനായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുക മാത്രമല്ല, 2 മഹാക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് ഈ ജില്ലയിലാണ്. ജഗന്നാഥ ക്ഷേത്രവും ഇവിടെ തന്നെയുള്ള സുന്ദരേശ്വര ക്ഷേത്രവും. ശ്രീനാരായണ ഗുരുദേവന്റെ ഹൃദയം എന്ന് പറയാവുന്ന ചൈതന്യ സ്വാമികളുടെ സമാധിസ്ഥാനം ഈ കണ്ണൂരാണ്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ചരിത്രബോധമുള്ളവർ മാത്രമേ ചാരിത്രവാന്മാരാകൂ. ചാരിത്രവാന്മാർ മാത്രമേ പൗരന്മാരാകൂ. വോട്ട് ചെയ്തത് കൊണ്ട് പൗരനാവില്ല. പൗരബോധത്തോടു കൂടി നമ്മൾ ഉത്തമ പൗരന്മാരായാൽ മാത്രമേ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം പോലും സഫലമായി നിൽക്കൂ. അതിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ചെയ്തെന്ന് മാത്രം. ചില ഓർമ്മപ്പെടുത്തലുകൾ. ഈ പറഞ്ഞ മഹിമയുടെ വലിയ മറ്റൊരു ഭാഗത്തെ ചൂണ്ടിക്കാണിക്കട്ടെ. വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ള കൊട്ടിയൂർ പെരുമാളിന്റെ ഉത്സവം ആരംഭിക്കണമെങ്കിൽ മനസ്സിലാക്കിയെടുത്തോളം തെറ്റുണ്ടെങ്കിൽ കണ്ണൂരിലുള്ളവർക്ക് തിരുത്താം. കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ക്ഷേത്ര പൂജ ചെയ്യുന്ന പൂജകനും ഒന്നിച്ച് ബാവലിയിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തുകൊണ്ട് തുടങ്ങണം. അതും ആദിമ സമൂഹത്തിന്റെ പ്രതിനിധിയായ കുറിച്യ വിഭാഗത്തിലെ വ്യക്തിയാണ് ആദ്യം അഭിഷേകം ചെയ്യുന്നത്. ഈ മഹത്വത്തെ, ഈ ഏകതയുടെ സന്ദേശത്തെ, ഈ ഉച്ചനീചത്വമില്ലായ്മയുടെ വൈദിക വീക്ഷണത്തെ ഊട്ടിയുറപ്പിച്ച് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന്മാരാണ് നമ്മൾ. ഇത് ഓർമ്മപ്പെടുത്തേണ്ട സ്ഥിതിയാണിന്ന്. എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു? നമ്മള് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമ്പോൾ, നമ്മുടെ പാരമ്പര്യ മഹിമ, പൈതൃക മഹിമ വിസ്മരിക്കുമ്പോൾ, മറ്റു പലരും പടച്ചുണ്ടാക്കുന്ന അസത്യങ്ങൾ 1000 പ്രാവശ്യം കേട്ട് അതിനാൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെടുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമായി വരും. ആ ഓർമ്മപ്പെടുത്തൽ സ്വീകരിച്ചാൽ, അടിവരയിട്ട് ആവർത്തിക്കട്ടെ, സ്വീകരിച്ചാൽ മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമാജം ഉയരും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടെ സനാതന ധർമ്മ സന്ദേശ പ്രചരണം ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടുത്തെ സമൂഹങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാവുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി ലോകം ഇന്ന് ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും വാക്കല്ല. കാരണം ഇന്നലെ വരെ തങ്ങൾ ആദരിച്ചതും ആശ്ലേഷിച്ചതുമായ ദർശനങ്ങൾ ഭാവിയിലേക്ക് സമാധാനത്തിന്, ശാന്തിക്ക് ഉതകുന്നില്ല. അപ്പൊ വിഭജനത്തിന്റെ, ക്ഷയത്തിന്റെ മേഖലയിലേക്കാണ് തങ്ങളെ നയിക്കുന്നതെന്ന തിരിച്ചറിവ് ഏകതയുടെ, സ്നേഹത്തിന്റെ,
സർവാശ്ലേഷിതയുടെ സനാതന ധർമ്മത്തിലേക്ക് പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ ഉറ്റുനോക്കാൻ ഇന്ന് ലോകത്തെ പ്രേരിപ്പിക്കുകയാണ്. അതെ, ഇവിടെ ഇപ്പോ ഇരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഈ ഒരു സംഭാഷണം ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ഇവിടെ ആത്മചൈതന്യ സ്വാമികൾ ഇരിക്കുന്നു. ഇന്ന് രാവിലത്തെ സമ്മേളനത്തിൽ അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കോൺഫറൻസ് ഹാളിൽ തിങ്ങി നിറഞ്ഞ സമൂഹത്തിന് മുമ്പിൽ ആ പാർലമെന്റിലെ MP-മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്നത് ഇപ്പോൾ ഓർമ്മിച്ചതാണ്. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി ലോകം ഇന്ന് ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. കേവലം ഉറ്റുനോക്കുകയല്ല, ആചരണങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്. നോക്കൂ, വർഷം 6 മുമ്പ് അങ്ങ് ദൂരെ ഒരു രാജ്യത്ത്, ബഹാമസിൽ ഒരാഴ്ചത്തെ വേദാന്ത ക്ലാസ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരിക. എയർപോർട്ടിലേക്ക് പോവാൻ കാറ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അതിന്റെ 1 മിനിറ്റ് മുമ്പ് മാത്രമാണ് നമ്മളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ബ്രഹ്മചാരി വരിക. അന്ന് അദ്ദേഹം 5-6 മിനിറ്റ് മുമ്പ് എത്തി. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ നേരത്തെ വന്നത്? സമയമുണ്ടല്ലോ പുറപ്പെടാൻ. അല്ല സ്വാമി, നമുക്ക് ഇപ്പൊ പുറപ്പെടാം. എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ കൂടെ വന്നപ്പോ ആ കാറിലേക്ക് കയറുന്ന വഴിയുടെ ഇരുഭാഗവും 80-ലധികം പേര് നിരന്ന് നിൽക്കുകയാണ് ഒന്നൊന്നായി. അവര് ശുദ്ധമായി സസ്വരം സ്വസ്തി സൂക്തം ചൊല്ലുകയാണ്. സസ്വരം, ആവർത്തിച്ച് പറയട്ടെ, സസ്വരം സ്വസ്തി സൂക്തം ചൊല്ലി അത് കഴിഞ്ഞ് ശാന്തി മന്ത്രം ചൊല്ലിയിട്ടാണ് കാറിന്റെ ഡോറ് തുറന്നു തന്നത്. ആ 80-ലധികം പേരിൽ ഒരാൾ പോലും ഭാരതീയനല്ല. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിവർത്തനത്തെ കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ വിവിധ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഏതെങ്കിലും ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പ് അവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ള വിവരങ്ങളിൽ ബാറുകളോ അല്ലെങ്കിൽ കസീനോകളോ മറ്റോ ഒക്കെ ആയിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, യോഗ സ്റ്റുഡിയോ, യോഗ സെന്റർ, വേദാന്ത സ്റ്റഡി സെന്റർ, അതാണ് ഏറെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലം മാറിയിരിക്കുന്നു. ലോകം ഭാരതത്തിലേക്ക് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന അവസ്ഥയാണ് ഇന്ന്. അതിനനുസരിച്ച് ഭാരതം സാമ്പത്തികമായി, വ്യവസായപരമായി, സൈനികമായി, നയതന്ത്രപരമായി എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും. ഈ സന്ദർഭത്തിൽ എന്തിന് കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാർ, ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാരെന്ന് പറയുമ്പോൾ അതിൽ പേരെടുത്ത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുമെങ്കിലും ചിലതെങ്കിലും സൂചിപ്പിക്കട്ടെ. ശ്രീരാമകൃഷ്ണ മിഷൻ ആയാലും, ചിന്മയ മിഷൻ ആയാലും, മാതാ അമൃതാനന്ദമയി മഠമായാലും, ശിവഗിരി മഠമായാലും, തീർത്ഥപാദാശ്രമമായാലും, ശാന്തിഗിരി ആശ്രമമായാലും, സമ്പൂർണ്ണ ഫൗണ്ടേഷൻ ആയാലും, നിത്യാനന്ദാശ്രമമായാലും, ശിവാനന്ദാശ്രമമായാലും, ഇനി ബ്രഹ്മകുമാരി പ്രസ്ഥാനമായാലും, ആർട്ട് ഓഫ് ലിവിംഗ് ആയാലും, എല്ലാവരും ഒത്തൊരുമിച്ച്
ഇനി ഒറ്റപ്പെട്ടിട്ടുള്ള വിവിധ ആശ്രമങ്ങളും ആചാര്യന്മാരുമായാലും എല്ലാവരും ഒരു മനസ്സായി ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഈ ധർമ്മ സന്ദേശ യാത്രയിൽ. ഈ ധർമ്മ സന്ദേശ യാത്രയുടെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ മുഖ്യ രക്ഷാധികാരി മാതാ അമൃതാനന്ദമയി ദേവിയാണ്. അധ്യക്ഷനാവട്ടെ സുപ്രസിദ്ധ സാഹിത്യകാരൻ എഴുത്തച്ഛൻ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ ജിയാണ്. എന്തിനിത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്നൊരു മഹാവാക്യം ഭഗവാൻ ഗീതയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലോകത്തിന്റെ സംഗ്രഹത്തിന് വേണ്ടി നീ പ്രവർത്തിക്കണം. അവിടെ ലോകസംഗ്രഹം എന്ന വാക്യത്തിന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ നൽകുന്ന അർത്ഥം ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം എന്നാണ്. ഉന്മാർഗ പ്രവൃത്തി നിവാരണം എന്ന് പറഞ്ഞാൽ വഴിവിട്ട പോക്കിനെ തടയുക. ഇതിന്റെ അർത്ഥം നമ്മൾ മുഴുവൻ വഴിവിട്ട പോക്കിലാണെന്നല്ല. നമ്മുടെ സമൂഹം ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. മറിച്ച് വലിയൊരു ജാഗരണത്തിന്റെ പാതയിലാണ് നമ്മുടെ സമൂഹം എന്നേ പറയും. ഒന്ന് ചുറ്റുപാടുന്നു കണ്ണോർക്കൂ. ഇടക്കാലത്ത് ക്ഷയിച്ച് മണ്ണടിഞ്ഞ ക്ഷേത്ര സങ്കേതങ്ങൾ ഒന്നൊന്നായി പുനരുദ്ധരിക്കപ്പെട്ടില്ലേ? അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ഈശ്വരൻ എന്നത് കല്ലല്ലേ എന്നൊക്കെ നമ്മെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചവര് ഇന്ന് ഒരാൾ അങ്ങനെ പറയുമോ? അമ്പല കമ്മിറ്റികളിൽ കയറിക്കൂടാനല്ലേ പരിശ്രമിക്കുന്നത്? ചിന്തിക്കുക. ഇന്ന് മഹാത്മാക്കളുടെ ഭാഷണങ്ങൾ കേൾക്കാൻ യുവസമൂഹമല്ലേ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ആചരണങ്ങളിൽ നമ്മുടെ സമൂഹം ഒട്ടും പിന്നിലല്ല. സംശയമുള്ളവര് ഇവിടെ യോഗം പഠിപ്പിക്കുന്ന ആചാര്യന്മാരെടുത്തൊന്ന് പോവുക. നൂറുകണക്കിന് യുവജനങ്ങൾ, യുവതികളും യുവാക്കന്മാരും അവിടെ പഠിക്കുന്നതും അനുഷ്ഠാനം ചെയ്യുന്നതും നമുക്ക് കാണാം. വേദം പഠിപ്പിക്കുന്ന ആചാര്യന്മാരെടുത്തു പോവുക, നൂറുകണക്കിന് യുവാക്കന്മാർ പഠിക്കുന്നത് നമുക്ക് കാണാം. ഭൗതിക വിദ്യ വലിയ വിദ്യാസമ്പന്നർ. ദയവ് ചെയ്ത് ഇവിടെ അധപതനമാണെന്ന് പറയരുതേ. പറഞ്ഞിട്ട് പ്രയോജനമില്ല. വലിയൊരു ഉണർവിന്റെ പാതയിലാണ് നമ്മൾ, വലിയ ഉണർവിന്റെ പാതയിലാണ്. മഹാമനീഷികളായ നവോത്ഥാന നായകന്മാര് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്ന കൃതജ്ഞത സംഭവിക്കും. എങ്കിലും സൂചിപ്പിക്കാതിരുന്നാൽ അത് ദോഷമാണ്. അയ്യ വൈകുണ്ഠസ്വാമി ആയാലും, തൈക്കാട്ട് അയ്യാവായാലും, ചട്ടമ്പി സ്വാമി തിരുവടികളായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, വേദഗുരു സദാനന്ദ സ്വാമികളായാലും, നിർമ്മലാനന്ദ സ്വാമികളായാലും, ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യൻ, ബ്രഹ്മാനന്ദ ശിവയോഗികളായാലും, വാഗ്ഭടാനന്ദ ഗുരുവായാലും, ശിവാനന്ദ പരമഹംസരായാലും, രാമാനന്ദ ഗുരുദേവനായാലും, നിത്യാനന്ദ സ്വാമികളായാലും, ആഗമാനന്ദ സ്വാമികളായാലും, അങ്ങനെ ഒരു പരമ്പരയായി നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടി പ്രകാശം പരത്തിയ മഹാത്മാക്കളുടെ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായി രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം സമാജത്തിൽ വേരോടിയിരിക്കുന്നു. അതുകൊണ്ട് വിപരീതം പലരും പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മൾ ഏറ്റുപാടരുത്. ഇത് പറയാൻ കാരണം, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും ജാതി 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 ഭിന്നതായ അല്ല. ജാതികളുണ്ട്. ജാതി ഏതിനാ ഇല്ലാത്ത?
പട്ടിക്കും പൂച്ചയ്ക്കും ജാതി ഇല്ലേ? എല്ലാ പട്ടീനെയും പോലീസിലേക്ക് എടുക്കുമോ? എല്ലാ പട്ടീനെയും പിടിച്ച് DYSP SP ആക്കുമോ? ഇല്ലല്ലോ. അതിന് പ്രത്യേക ബ്രീഡ് ഉള്ളവരാണ്. പച്ചക്കറിയിൽ ജാതി ഇല്ലേ? എല്ലാ വെണ്ടയ്ക്കും ഒരുപോലെയാ? എല്ലാ വഴുതനയും ഒരുപോലെയാ? അല്ല. എല്ലാ കല്ലും ഒരുപോലെയാ? നമ്മൾ ശില്പങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ കല്ലും ഉപയോഗിക്കുമോ? ഇല്ല. ലോകത്തിലെ സകല സൃഷ്ടിയിലും ജാതിയുണ്ട്. എന്നാൽ ജാതിയുടെ ഉച്ച നീചത്വ കൽപ്പനകളില്ല. ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. വേദം വിസ്മരിച്ച മധ്യകാലഘട്ടത്തിൽ സ്വന്തം സ്വത്വം മറന്ന നമ്മൾ ഉയർന്നത് താണത് അതിനേക്കാൾ താണതെന്ന് പറഞ്ഞ് സമൂഹത്തെ തരം തിരിച്ചിരുന്നു, ചൂഷണം ചെയ്തിരുന്നു. സത്യമാണ്. എന്നാൽ അത് ഹിന്ദു ധർമ്മത്തിൽ മാത്രമല്ല, ലോകത്തിലുടനീളം ഉണ്ടായിരുന്നു. ലോകത്തിലുടനീളം ഒരിക്കലും തൊലിയുടെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിമക്കച്ചവടം ചെയ്തിട്ടില്ല. ഭാരതം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, മറ്റ് ലോക രാജ്യങ്ങളിൽ, ലോക സമൂഹങ്ങളിൽ തൊലിയുടെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിമക്കച്ചവടം നടന്നിരുന്നു. ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഉച്ചനീചത്വങ്ങളും ചൂഷണങ്ങളും ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അതൊരു അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച മഹാപുരുഷന്മാരുടെ നവോത്ഥാന നായകന്മാരായ വേദജ്ഞന്മാരുടെ പരിശ്രമം കൊണ്ട് അതിനെയെല്ലാം നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ എല്ലാവരും ഒരു ക്ഷേത്രത്തിൽ ഒന്നിച്ചു പോയി ആരാധിക്കും. അവിടെ ജാതി ഭേദവും സമുദായ ഭേദവും ഇല്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കും. നാസ്തി തേഷു ജാതി വിദ്യ രൂപ കുലധന ക്രിയാതി ഭേദ എന്ന നാരദീയ സൂത്രം ഭക്തന്മാർക്കിടയ്ക്ക് ജാതിയുടെയോ വിദ്യയുടെയോ രൂപത്തിന്റെയോ കുലത്തിന്റെയോ ധനത്തിന്റെയോ ക്രിയയുടെയോ വ്യത്യാസമില്ല എന്ന ഏകതയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതര മതങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഒരു വിഭാഗത്തിന്റെ പള്ളിയിൽ മറ്റൊരു വിഭാഗം പോവോ, ഷിയയുടെ പള്ളിയിൽ സുന്നി പോവോ, സുന്നിയുടെ പള്ളിയിൽ ഷിയ പോവോ, പോയാ വിവരറിയും. കത്തോലിക്കന്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവോ, ഓർത്തഡോക്സിന്റെ മാർത്തോമ പോവോ, അതിൽ തന്നെ ബാബാ കക്ഷിയിൽ മെത്രാൻ കക്ഷി പോവോ, മെത്രാൻ കക്ഷിയിൽ ബാബാ കക്ഷി പോവോ, ഇവരാരെങ്കിലും ജ്ഞാനായെ പോവോ, അവരാരെങ്കിലും പെന്തക്കോസ്തുകാരനെ അടുപ്പിക്കുകയോ? ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരെയും നിന്ദിക്കാനല്ല, മറിച്ച് സാമുദായിക ഭേദങ്ങളും ജാതി ഭേദങ്ങളും ഇന്നും വിവിധ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അത്രയ്ക്കൊന്നും ഹിന്ദുധർമ്മത്തിൽ ഇന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ്, അറിയിക്കാനാണ്. ഇത് തിരിച്ചറിഞ്ഞേ മതിയാവും. കാരണം പണ്ടേ ഒരു കഥ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥയുടെ പൂർവാർദ്ധം എല്ലാവർക്കും അറിയാം. ഇരിക്കുന്ന എല്ലാവർക്കും ആ കഥയുടെ പൂർവാർദ്ധം അറിയാം. ഉത്തരാർദ്ധം പലർക്കും അറിയില്ല. ഒന്നുകൂടി പറയാം. നമ്മൾ പണ്ടേ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥയുടെ പൂർവാർദ്ധം എല്ലാവർക്കും അറിയാം, ഉത്തരാർദ്ധം എല്ലാവർക്കും അറിയില്ല. എന്താ പൂർവാർദ്ധം? പൂർവാർദ്ധം ഇതാണ്. രാവിലെ തന്നെ കേശവൻകുട്ടി ഒരാടിനെയും കൊണ്ട് പോവുക. അപ്പൊ ഒരാൾ എതിരെ വന്ന് ചോദിച്ചു, അല്ല കേശവൻകുട്ടി, നീ എങ്ങോട്ടാ രാവിലെ പട്ടീനെയും കൊണ്ട് പോണത്? പട്ടിയോ? ഇതാണല്ലേ, എന്ത് വിവരമില്ല ഞാൻ ചോദിക്കണേ. അതും പോയി. കേശവൻകുട്ടി മുന്നോട്ട് നടന്നു. രണ്ടാമൻ വന്ന് ചോദിച്ചു, അല്ല കേശവൻകുട്ടി, നീ എന്താ രാവിലെ തന്നെ പട്ടിയായിട്ട് ഇറങ്ങിയത്? കേശവൻകുട്ടി പറഞ്ഞു, എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എൻ്റെ ആടിനെയും കൊണ്ടാണല്ലോ ഇറങ്ങിയത്. വിവരമില്ലായ്മ. കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയപ്പോ മൂന്നാമൻ വന്നു, അല്ല കേശവൻകുട്ടി, നീ എന്താ പട്ടിനെ കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയത്? കേശവൻകുട്ടിക്ക് ചെറിയൊരു സംശയമായി. പട്ടിയാണോ? അല്ലല്ലോ, ആടാണല്ലോ.
കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങി. 5-ാമൻ വന്നു, 6-ാമൻ വന്നു, 7-ാമൻ വന്നു. എല്ലാവരുടെയും ചോദ്യം ഒന്നായിരുന്നു, കേശവൻകുട്ടി രാവിലെ പട്ടിനെയും കൊണ്ട് ഇറങ്ങിയത് എന്താ? 10 പേര് 10 ഇടത്തുനിന്ന് ഒരേ ചോദ്യം ചോദിച്ചപ്പോ നമ്മുടെ കേശവൻകുട്ടി ആടിനെ അഴിച്ചു വിട്ടു. ഇതാണ് പൂർവാർദ്ധം. ഇത് ഇരിക്കുന്ന എല്ലാരും കേട്ട കഥയാണ്. എന്നാൽ അതിന് ഉത്തരാർദ്ധമുണ്ട്. ആ ഉത്തരാർദ്ധത്തെ കരുതിയിരിക്കുക. ആ ഉത്തരാർദ്ധം കേശവൻകുട്ടി ആടിനെ വിട്ടപ്പോ 10 പേരും ഒത്തൊരുമിച്ച് വന്നതിനെ കശാപ്പ് ചെയ്തു തിന്നു. 10 പേരും ഒത്തൊരുമിച്ച് വന്നതിനെ കശാപ്പ് ചെയ്തു തിന്നു. ഇതാണ് ഉത്തരാർദ്ധം. ഇത് മറക്കരുത്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല. കൈയടിച്ചാല് ഒരാവേശം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളെ കൈ വേദനിക്കുന്നല്ലാതെ വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അടുത്ത ആൾക്കൊന്ന് കൊടുത്തോളൂ, എന്നാൽ ഒരു ഗുണം ഉണ്ടാവും. അതുകൊണ്ട് വെറുതെ കൈയടിച്ചിട്ട് ആ സമയം കൂടി പോക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ആവർത്തിക്കട്ടെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് മനു നമ്മളോട് അനുശാസിച്ചു, സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ. സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ ചരിത്രത്തെ പഠിക്കണം. ആയോധന കലയുടെ ഈറ്റില്ലമായ കണ്ണൂര്, അതെ, കണ്ണൂർ ജില്ല തെയ്യത്തെ ഉപാസിക്കുന്ന, കാളിയാട്ടങ്ങൾ വലിയൊരളവോളം സമൂഹ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിച്ച രാജരാജേശ്വരന്റെയും അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ചെറുകുന്നിൽ അന്നപൂർണയുടെയും ഈ കണ്ണന്റെയും ഒട്ടനവധി മഹാപുരുഷന്മാരുടെയും ഒക്കെ ഈ ഭൂമിക, ഈ ചരിത്രത്തിലേക്ക് നമ്മൾ പോകണം. ആ ചരിത്രത്തിൽ നിന്ന് വീര്യം ഉൾക്കൊള്ളണം. വീര്യം ഉൾക്കൊണ്ടിട്ട് ആചാരനിഷ്ഠയോടുകൂടി പുലരണം. സാമ്പത്തിക ഭദ്രതയോടുകൂടി ഉയരണം. ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ, ഒരു സംശയമില്ല. അതുകൊണ്ട് വേദം നമ്മളോട് അനുശാസിച്ചു, ഭൂത്യേന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ എളുപ്പ വഴി കണ്ടുപിടിക്കുന്നവരാ. നമ്മൾ എളുപ്പ വഴി കണ്ടുപിടിച്ചു. ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ശബരിമല ധർമ്മശാസ്ത്രാണ് ഈ വീടിന്റെ ഐശ്വര്യം, മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ചോറ്റാനിക്കര അമ്മ ഈ വീടിന്റെ ഐശ്വര്യം. സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഉണ്ടാവും ആ സ്റ്റിക്കർ അടിക്കുന്ന കമ്പനിക്കാർക്ക്, അവർക്കുണ്ടാവും. നമ്മൾ എളുപ്പ വഴി കണ്ടുപിടിച്ചു. ചില പെട്ടികളൊക്കെ വെക്കാൻ തുടങ്ങി വീട്ടില്, കുബേർകുഞ്ച്. ഐശ്വര്യം ഉണ്ടാവും ആർക്ക്? ആ പെട്ടി ഉണ്ടാക്കണവർക്ക്, അല്ലാതെ നമ്മൾക്കല്ല. നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, നമ്മൾ കഠിനമായി അധ്വാനിക്കണം. പോരാ, കഠിനമായി അധ്വാനിച്ചത് കൊണ്ട് കാര്യമില്ല, ബുദ്ധിപൂർവം അധ്വാനിക്കണം. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളെ വിപുലീകരിക്കണം. ആവർത്തിക്കട്ടെ, കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളെ വിപുലീകരിക്കണം. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലം വളരെ ശക്തമായി മുന്നേറുന്ന സ്ഥിതിയാണ്. തൊഴിൽ മേഖലകളുടെ ഘടന തന്നെ മാറും ഏതാനും കൊല്ലം കൊണ്ട്. നമ്മൾ ഇന്നുള്ള അറിവും വെച്ച് ഇരുന്നാൽ നാളെ മേപ്പെട്ട് നോക്കേണ്ടി വരും.
കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. കാലത്തിനനുസരിച്ച്. അതെ. അപ്പൊ പുതിയ കാലത്തിന്റെ മാറി വരുന്ന സവിശേഷതകളെ ഉൾക്കൊണ്ട് നമ്മുടെ ഭാവി സമൂഹം സമ്പന്നമായി നിൽക്കാൻ ഏതൊക്കെ മേഖലകളിലേക്ക് പഠനങ്ങൾ നടത്തണം? നമ്മുടെ കേന്ദ്ര സർക്കാർ വിവിധ രീതിയിൽ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP അത് വിഭാവന ചെയ്തുകൊണ്ട് നടപ്പിലാക്കുകയാണ്. പക്ഷെ കേരളം ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ NEP നടത്തില്ല. കാരണം കമ്പ്യൂട്ടർ വന്നപ്പോ അതിനെതിരെ മുഷ്ടി ചുരുട്ടിയവരാ നമ്മൾ. ട്രാക്ടർ വന്നപ്പോ ആ ട്രാക്ടറിന്റെ ഡീസൽ ടാങ്കിൽ ഉപ്പും മണ്ണും വാരി ഇട്ടവരാ നമ്മൾ. മറക്കരുത്, ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും എതിര് നിന്നാൽ നാളെ നമ്മുടെ സമൂഹത്തിന് ഉയർച്ച ഉണ്ടാവില്ല. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന വിധം ശൂന്യാകാശ വാഹനങ്ങളെ വിടാൻ പ്രാപ്തമായ രാഷ്ട്രമാണ് ഭാരതം. കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്. കുറച്ചു കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് തന്നെ ഒരു നേതാവ് ചോദിച്ചിരുന്നു, ആകാശത്തിലേക്ക് വാണം വിട്ടാൽ കഞ്ഞി കിട്ടുമെന്ന്. മാറുന്ന കാലത്തിനനുസരിച്ച്, ടെക്നോളജി ഉയരുന്നതിനനുസരിച്ച് ഒരു സമാജത്തെ അതിനനുസരിച്ച് ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകുമെന്ന് അറിയുക. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലാപ്ടോപ്പ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയും. അവർക്ക് സ്മാർട്ട് ഫോൺ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയും. നവീനങ്ങളായ ടെക്നോളജികളൊക്കെ അവർക്ക് പെട്ടെന്ന് വശപ്പെടും. എന്തൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ. സന്തോഷമാണ്. അവരുയരണം. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവരെ ആധുനിക ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. പിന്തിരിപ്പിക്കരുത്. കുത്തിയിരുന്ന് പോയി പഠിക്കും, നീ ഫോൺ നോക്കി ഇരിക്കാണ്ടെന്ന് ദയവീത് പറയരുത്. അവന്റെ മുമ്പിൽ അനന്ത സാധ്യത തുറന്നു കിടക്കുന്നുണ്ട്. ആ സാധ്യതയെ വിനിയോഗിക്കാൻ അവന് കഴിയണം. ഇന്ന് ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയ മൾട്ടി ബില്യൺ എന്ന് പറഞ്ഞാൽ പോരാ, ട്രില്യൺ കണക്കിന് വരുമാനമുള്ള കമ്പനികളുടെ ഉടമസ്ഥന്മാര് ഈ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ കാറ്റ് എന്ന് പഠിച്ചവരല്ല. മറിച്ച് പ്രായോഗിക ബുദ്ധിയോടുകൂടി നവീന കാലത്തെ ടെക്നോളജിയെ വശത്താക്കാൻ പഠിച്ചവരാ. അവരാണ് വലിയ വിദ്യാസമ്പന്നരായ ആയിരക്കണക്കിന് പേരെ തൊഴിലാളികളായി വെച്ചിട്ടുള്ളത്. അല്ലേ എന്ന് നോക്കൂ. നമ്മുടെ മക്കൾ ഉയരണം. അവരെ വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രമദിതവ്യം, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത് എന്നത് ഓർമ്മിക്കുക. ഇടക്കാലത്ത് അന്ധകാരാവൃതമായ ഒരു മധ്യകാലഘട്ടത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമ്മൾ ഒരുപാട് ആധ്യാത്മിക പ്രഭാഷകന്മാര് തെറ്റിദ്ധരിപ്പിച്ചു. പണമൊന്നും ആഗ്രഹിക്കരുത് കേട്ടോ, പണം ആഗ്രഹിക്കരുത്, പണം ആളെ കൊല്ലിയ. എന്നിട്ട് ഈ സ്വാമിയാർക്ക് ദക്ഷിണ കിട്ടുകയും വേണം. നോക്കണേ, ഒരു വഞ്ചന. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേദത്തിന്റെ സന്ദേശം പ്രാപ്നുയാതെന്നാണ്. നീ എങ്ങനെയെങ്കിലൊക്കെ കൃഷി ചെയ്ത് ധാരാളം അന്നമുണ്ടാക്കൂ, ധനമുണ്ടാക്കൂ. അന്നം എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ധാന്യം ധനയോഗ്യമാണ്. ധാന്യം എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. എന്താ ധാന്യം? ധനയോഗ്യം, ധാന്യം. അപ്പൊ അന്നം ഉണ്ടാക്കൂ പറഞ്ഞാൽ അർത്ഥം ധാരാളം പണം ഉണ്ടാക്കുന്ന. കാരണം സാമ്പത്തികമായി ഒരു സമാജം താഴേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് യജുർവേദത്തിൽ, ശ്രീരുദ്രത്തിൽ ചമകം എന്ന അധ്യായം മുഴുവൻ പ്രാർത്ഥനകളാണ്.
എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് പരുത്തി വസ്ത്രം വേണം, എനിക്ക് കുതിര വേണം, എനിക്ക് ആന വേണം. അങ്ങനെ 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 പോവുക 300 ചില്ലുവാൻ പ്രാർത്ഥനകൾ. ഇങ്ങനെ സകല സമ്പദ് ഐശ്വര്യങ്ങളും വേണമെന്ന് സ്വപ്നം കാണുന്ന വ്യക്തിക്ക് അലസനായി മന്ദനായി ഇരിക്കാൻ കഴിയൂ? ഇല്ല. അവൻ കഠിനമായി അധ്വാനിക്കും, ധനമുണ്ടാക്കും, സമാജത്തെ മുന്നോട്ട് നയിക്കും, കച്ചവടങ്ങൾ ചെയ്യും, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടും, കൃഷി പുരോഗമിപ്പിക്കും. അവൻ കൃഷിസ്ഥലത്ത് കൊടിനാട്ടി കൃഷിയെ നശിപ്പിക്കില്ല. വ്യവസായശാല ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ കൊടിനാട്ടി വ്യവസായം ഇല്ലാതാക്കില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളം അങ്ങനെയൊക്കെ ആയിപ്പോയി. അതിന് ന്യായീകരണം കേരളം ഒരു പ്രത്യേക ഭൂമിയാണെന്ന? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ദൃഷ്ടാന്തങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും. അതിന് സമയം അനുവദിക്കുന്നില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിക്കട്ടെ, ഈ കേരളം ഏതാനും വർഷം മുമ്പുണ്ടായതല്ല. കേരള പിറവി കുറച്ചു വർഷം മുമ്പല്ല. വാൽമീകി രാമായണത്തിന്റെ കാലം നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. ആയിരം വർഷങ്ങൾ പഴയ വാൽമീകി രാമായണത്തിൽ സുഗ്രീവൻ സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേരളം അടക്കം നിങ്ങൾ അന്വേഷിക്കണമെന്ന്. കേരള ശബ്ദം അവിടെയുണ്ട്. ആ കേരള എന്ന് ശബ്ദം അവിടെയുണ്ട്. കേരളം ഇന്നലെയോ മിഞ്ഞാന്നോ ഉണ്ടായതല്ല. ആ കേരളത്തിന്റെ മധ്യത്തിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പാലക്കാട് പുഴയല്ല, കേരളപ്പുഴയുമല്ല, പിന്നെ അത് ഭാരതപ്പുഴയാണ്. അത് ഭാരതപ്പുഴയാണ്. മലയാള ഭാഷയുടെ രൂപപ്പെടുത്തൽ എഴുത്തച്ഛനാണ് ചെയ്തതെന്നൊന്നും പറയുന്നില്ല. അത് പ്രാചീനന്മാരോട് ചെയ്യുന്ന അപരാധമായിരിക്കും, കണ്ണശ്ശരോടടക്കം ചെയ്യുന്ന അപരാധമായിരിക്കും. എന്നാൽ ഭാഷാ നവീകരണത്തിലൂടെ എഴുത്തച്ഛൻ വലിയ സംഭാവന ചെയ്തു. ആ എഴുത്തച്ഛൻ തന്റെ അധ്യാത്മരാമായണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞത് നമുക്ക് വായിച്ചുകൂടെ? അതിലൂടെ കേരളത്തിന്റെ തനിമ നമുക്ക് കണ്ടെത്തിക്കൂടെ? ശ്രമിക്കൂ, കാണാം. ആ കേരള തനിമയാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ചത്. ആ തനിമയിൽ നിന്ന് നമ്മൾ അകലുമ്പോ ഒരാർഷവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സന്യാസിമാരും ഈ സമാജത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ആർഷവാക്യം യതോ ധർമ്മ തതോ ജയ എന്നതാണ്. അനേക രീതിയിൽ അതിനെ അർത്ഥം പറയാം. കാരണം പഞ്ചമിയിലാണ് യതഃ തതഃ എന്നീ ശബ്ദങ്ങൾ. സാമാന്യമായി എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം എന്ന് പറയാറുണ്ട്. അതിൽ കവിഞ്ഞ അർത്ഥമുണ്ട്. വ്യാസൻ വെറുതെ അല്ല പഞ്ചമി ഉപയോഗിച്ചത്. എവിടെ നിന്നാണോ ധർമ്മം അവിടെ നിന്നാണ് ജയം. ധർമ്മത്തിന്റെ പ്രഭവം എന്ത്? അത് കണ്ടെത്തൂ. ധർമ്മത്തിന്റെ പ്രഭവം വേദം അനുശാസിച്ചിട്ടുണ്ട്. സംഗച്ഛധ്വം സംവദധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച് 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 ഒന്നിച്ചാൽ മാത്രം പോരാ. പൊതുമുതൽ നശിപ്പിക്കാനും നമുക്ക് ഒന്നിക്കാം. നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഒന്നിച്ച് നല്ലതിലേക്ക്, ഒന്നിച്ച് നല്ലതിനെ. ഇതാണ് വേദ സന്ദേശം. ഈ വേദ സന്ദേശം ഉൾക്കൊണ്ടാൽ ഒരു സംശയമില്ല, അവിടെ നമുക്ക് ധർമ്മപ്രഭവം കാണാം. ആ ധർമ്മത്തിന്റെ പ്രഭവത്തിൽ നിന്നാണ് വിജയമുണ്ടാവുക. ഒരു സംശയമില്ലാതെ പറയാം. ആ ഒന്നിക്കലിന് 2 മാനങ്ങളുണ്ട്.
രണ്ട് മാനങ്ങൾ. ഏതാണ് ഈ രണ്ട് മാനങ്ങൾ? യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭയഭവത ഓദന എന്നുള്ള വേദമന്ത്രത്തിന്റെ വ്യാഖ്യാന സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറയും, ബ്രഹ്മക്ഷത്രേ ജഗതഃ വിധാരണഭൂതേ. ബ്രഹ്മക്ഷത്രങ്ങളാണ് ഈ ജഗത്തിനെ മുഴുവൻ ധരിക്കുന്നത്. ബ്രഹ്മക്ഷത്രങ്ങൾ, ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും, അറിവും കരുത്തും, ശാന്തിയും ശക്തിയും. ഈ സമന്വയം, ഇത് മാത്രമേ ധർമ്മത്തിന്റെ നിലനിൽപ്പിനുതകൂ. അത് ധർമ്മമൂലമായ വേദത്തിന്റെ സാരമായ ഗീത മുഴുവൻ ശ്രമിച്ച ശേഷം സഞ്ജയൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ എന്ന് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ സമാജം ഇത് ഉൾക്കൊണ്ടേ മതിയാവും. ഗീത മുഴുവൻ ഉൾക്കൊണ്ടില്ലേ? വേണ്ട. വേദം മുഴുവൻ ഉൾക്കൊണ്ടില്ലേ? വേണ്ട. ഈ വാക്യമെങ്കിലും നമ്മളൊന്ന് ഉൾക്കൊള്ളണം. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധരനായ പാർത്ഥനുള്ളത്, അവിടെ മാത്രമേ ഐശ്വര്യവും വിജയവും മഹിമയും നിത്യമായ നീതി നിർവഹണവും ഉണ്ടാകൂ. ഈ നാലാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ ലക്ഷണങ്ങൾ. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഐശ്വര്യം വേണം, സാമ്പത്തികമായ ഉയർച്ച. ഇന്ന് ഭാരതം നമ്മെ അടക്കി ഭരിച്ച UK പിന്തള്ളിക്കൊണ്ട് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞു സാമ്പത്തികമായി. ഇനിയും അത് മുന്നോട്ട് ഉയരും. വ്യക്തമായ ദിശാബോധത്തോടു കൂടിയുള്ള നമ്മുടെ ഭരണം മുന്നോട്ട് പോയാൽ ഒരു സംശയമില്ലാതെ പറയാം, ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ ലോകത്തിൽ 2ാമത്തെ ശക്തിയായി ഭാരതം ഉയരും. അത് തീരുമാനിക്കേണ്ടത്, അതിന് ശക്തി പകരേണ്ടത് നമ്മളാണ്. സൈനികമായി ഇന്ന് ഭാരതം ചില മേഖലകളിൽ 3ആണ്, ചില മേഖലകളിൽ 4ആണ്. ഇലക്ട്രോണിക് കയറ്റുമതിയിൽ ഭാരതം 1ാം സ്ഥാനത്താണ്. റേറ്റ് മാസല്ല, മാസ് ചൈനയാണ് കൂടുതൽ. അതിന്റെ റേറ്റ്, ഗ്രോത്ത് റേറ്റ്. ഇങ്ങനെ വികസനത്തിന്റെ ഓരോ മാനം വെച്ച് നോക്കിയാലും കുതിച്ചുയരുന്ന അവസ്ഥയിൽ ഭാരതം ഇന്ന് ഉയരുകയാണ്. ശ്രീ വിജയം, എല്ലാ മേഖലകളിലും വിജയം. കലയിൽ, കായികത്തിൽ, വ്യവസായത്തിൽ, എല്ലാ മേഖലകളിലും വിജയം. ഭൂതി, മഹാത്മ്യം, എല്ലാ മേഖലകളിലുമുള്ള മഹിമ. അതെ, സർവോപരി ധ്രുവ നീതി, നിത്യമായ നീതി നിർവഹണം, ജസ്റ്റിസ്, നീതി നിർവഹണം. ഈ 4ഉം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാകൂ, വെൽഫെയർ സൊസൈറ്റി ആകൂ, വെൽഫെയർ സ്റ്റേറ്റ് ആകൂ. അതിനെന്ത് വേണം? അതിന് വേണ്ടത് 2ആണ്. ആ 2 നമ്മളിൽ ഓരോ വ്യക്തിയിലും ഉണ്ടാവണം, ഓരോ സമാജത്തിലുണ്ടാവണം, ഓരോ രാഷ്ട്രത്തിലുണ്ടാവണം. ആ 2 മറ്റൊന്നല്ല, യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനുമാണ്. കൃഷ്ണന് പല ഭാവങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണനുണ്ട്, വെണ്ണകൃഷ്ണനുണ്ട്, ഗോപീകൃഷ്ണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, അങ്ങനെ 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 അനേക കൃഷ്ണഭാവങ്ങളുണ്ട്. എന്നാൽ ഏത് കൃഷ്ണനെയാണ് ഇവിടെ പറഞ്ഞത്? യോഗേശ്വരനായ കൃഷ്ണൻ.
യോഗേശ്വരനായ കൃഷ്ണന്റെ സുമനോഹരമായ രൂപം മധുസൂദന സരസ്വതി സ്വാമികൾ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ. അതെ, ഭക്തിയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും മൂർത്തിയായ കൃഷ്ണൻ. അവൻ വേദസ്വരൂപനാണ്, അവൻ അറിവിന്റെ ആകരമാണ്, ശാന്തിയുടെ ധൈഷണിക വ്യക്തതയുടെ മൂർത്തിയാണ്, ബൗദ്ധിക സമ്പത്തിന്റെ പരാകാഷ്ഠയാണ്. എന്നാൽ ആ കൃഷ്ണൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ കൃഷ്ണൻ ഭാരതത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ അടിമകളായി? അവിടെയാണ് രണ്ടാം ഭാഗം. ധനുർധരനായ പാർത്ഥൻ. ഏത് പാർത്ഥൻ? അമ്പും വില്ലും താഴെ വെച്ച് വലത്തെ കരണ തടി കിട്ടിയ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്ത് കിട്ടിയാലോ വലവും കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് കണ്ടവനോട് തല്ലുകൊള്ളാൻ നിലകൊള്ളുന്ന പാർത്ഥനല്ല. വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല സ്വഭാവമുള്ള പാർത്ഥനല്ല. പിന്നെ ഏത് പാർത്ഥന? ധനുർധരനായ പാർത്ഥൻ, വില്ലേന്തി അർജുനൻ. ആയുധബലം, കരുത്ത്, കായിക ബലം, ഈ ശാരീരികവും ബൗദ്ധികവും ഒത്തുചേർന്ന അറിവും കരുത്തും ഒത്തുചേർന്ന, ശാന്തിയും ശക്തിയും ഒത്തുചേർന്ന, ഈ രണ്ട് ഭാവങ്ങളും സമന്വയിച്ച വ്യക്തികളായി നമ്മൾ തീർന്നാൽ, ഈ രണ്ടും സമന്വയിച്ച സമൂഹമായി നമ്മൾ തീർന്നാൽ, ഒരു സംശയവുമില്ല, ലോക ഗുരുപദത്തിലുണ്ടായിരുന്ന ഭാരതം വീണ്ടും ലോക ഗുരുപദത്തിൽ തന്നെ ചിരപ്രതിഷ്ഠ നേടും. ഒരു സന്ദേഹവും ഈ പറയുന്നതിനില്ല. ആ പരിവർത്തനം നമ്മൾ കാണുന്നു, ആ പരിവർത്തനം നമ്മൾ കാണുന്നു. ആ ഭാരതത്തിന്റെ ഗതിയിൽ നിന്ന് ഭിന്നമായ വിഗതി കേരളത്തിനുണ്ടായിക്കൂടാ. കേരളം ഒരു പ്രത്യേകമാണെന്ന് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചത് അന്ധമായി ഏറ്റെടുത്തുകൂടാ. ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും തനത് മഹിമയുണ്ട്, തനത് വ്യക്തിത്വമുണ്ട്. കേരളത്തിന് തനത് വ്യക്തിത്വം ഇല്ല എന്നൊന്നും പറയുന്നില്ല. കേരളത്തിന് തനത് ഭാവമുണ്ട്. എങ്കിൽ അതേ തനത് ഭാവം തമിഴ്നാടിന് വേറെയുണ്ട്, കർണാടകത്തിന് വേറെയുണ്ട്, ആന്ധ്രയ്ക്ക് വേറെയുണ്ട്. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും തമ്മിൽ കണ്ടെത്താൻ കഴിയില്ല, പക്ഷെ ആന്ധ്രയ്ക്കുണ്ട്, ഗുജറാത്തിനുണ്ട്, മഹാരാഷ്ട്രയ്ക്കുണ്ട്, പഞ്ചാബിനുണ്ട്, ആസാമിനുണ്ട്, അരുണാചൽ പ്രദേശിനുണ്ട്, കാശ്മീരത്തിനുണ്ട്. ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും തനത് മഹിമയുണ്ട്. ഈ മഹിമകളെല്ലാം സൂത്രേ മണിഗണായിവ, ഒരു നൂലിൽ കോർക്കപ്പെട്ട മുത്തുകൾ പോലെ ചേർന്ന് നിൽക്കുമ്പോ അത് ഭാരതത്തിന്റെ മഹിമയായി. ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഹിമയില്ല. ആ നൂലിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട പ്രദേശങ്ങൾ നോക്കൂ. ചില സംഘടനകൾ നടത്തുന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തെക്കാൾ എത്രയോ മുമ്പിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ. അതെ, ഇവിടെ നിന്ന് ഒരു ദിവസം വൈദ്യുതി കൊടുത്തില്ലെങ്കിൽ ഇരുട്ടിലാവുന്ന ബംഗ്ലാദേശ്. വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ഏകമുള്ള തോട്ടം മാത്രം വളർത്തുന്ന പാകിസ്ഥാൻ. അവിടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണ്. അത്തരം പഠനങ്ങളെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നവരായി ഇവിടെ. ചിന്തിക്കുക,
പഠിക്കുക. അപ്പൊ മനസ്സിലാവും ആർക്കൊക്കെയോ വേണ്ടി മാധ്യമ വിധർമ്മം ചെയ്യുന്നവർ. അതുകൊണ്ട് സ്വന്തം ചരിത്രത്തെ പഠിച്ച് അതിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ആചരണങ്ങളെ ചെയ്ത് നമ്മൾ നിശ്ചയിച്ച സമയം ഈ പ്രഭാഷണത്തിന് 50 മിനിറ്റാണ്. അത് കഴിഞ്ഞു. 37 സെക്കൻഡ് അധികമായിട്ടുണ്ട്. എങ്കിലും സംഗ്രഹിച്ച് പറയട്ടെ, ആചരണങ്ങൾ ചെയ്യുന്ന സമൂഹം. ദയവ് ചെയ്ത് കുട്ടികളോട് ഏറെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ഉപദേശിക്കാതിരിക്കുക. നാമം ജപിക്കൂ, ഉപദേശിക്കാതിരിക്കുക. പകരം അച്ഛനും അമ്മയും നാമം ജപിച്ച് കാണിക്കുക. ഒരു സന്യാസിയെ കണ്ടാൽ പോയി കാൽ പിടിക്കുക എന്ന് കുട്ടികളോട് ദയവ് ചെയ്ത് പറയാതിരിക്കുക. പകരം സന്യാസിയെ ബഹുമാനിക്കുന്നത് സ്വയം കാണിച്ചു കൊടുക്കുക. നമ്മെ നമ്മുടെ കുട്ടികൾ ബഹുമാനിക്കണം സ്നേഹിക്കണം എന്ന് ഇച്ഛിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ സ്നേഹിക്കൂ ബഹുമാനിക്കൂ എന്ന് പറയാതിരിക്കുക. പകരം നമ്മുടെ അമ്മയെ നമ്മുടെ അച്ഛനെ നമ്മൾ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും മരിച്ചുപോയ പിതൃക്കൾക്ക് ശ്രാദ്ധങ്ങൾ അർപ്പിക്കുന്നതും അവര് കാണട്ടെ. സാമ്പത്തികമായി ഉയരാൻ സന്ദേശം ചെറുപ്പത്തിലെ നൽകുക. പഠിച്ച് മാർക്ക് വാങ്ങി ഉദ്യോഗസ്ഥരാവാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം പഠിച്ച് ജീവിതത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി വ്യവസായ സംരംഭകരാകാൻ, കച്ചവടക്കാരാവാൻ, ഒത്തുചേർന്ന് ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി തീർക്കാൻ അത്തരം പ്രേരണകൾ നൽകുക. അങ്ങനെ പ്രായോഗികമായ കാഴ്ചപ്പാടോടുകൂടി കാലത്തിനനുസരിച്ച് ചരിത്രബോധം ഉൾക്കൊണ്ട് സ്വയം നവീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയേ മതിയാവൂ. ഉപസംഹരിക്കട്ടെ. ഒരു വ്യക്തി ആശ്രമത്തിൽ വന്ന് വലിയ സങ്കടം പറഞ്ഞു. സ്വാമി, ഞാൻ ആശാരിപ്പണി ചെയ്യുന്ന ആളാണ്, ഇന്ന് പണിയില്ല. ഫർണിച്ചറുകൾ ഉണ്ടാക്കിക്കുന്നില്ല. എല്ലാം പല സ്ഥലത്തും ഇമ്പോർട്ട് ചെയ്യുന്ന ഫർണിച്ചറുകളാണ് വീട്ടുകാർ മേടിക്കുന്നത്. കുറച്ചു കാലം വാതില് ജനല് കട്ടിലകളൊക്കെ ഉണ്ടാക്കി ജീവിച്ചു. ഇപ്പൊ അതും ഇല്ല, അതും റെഡിമെയ്ഡാ വരുന്നത്. പണി ഇല്ലാണ്ടായി. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് പറയല്ലോ, പണി കണ്ടെത്തൂ. ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യരുതേ, എല്ലാവരും ഒന്നും ചെയ്യരുത്. അയാളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മരത്തിന്റെ പ്ലേറ്റ് ഉണ്ടാക്കൂ, മരത്തിന്റെ ബൗൾ ഉണ്ടാക്കൂ, മരത്തിന്റെ സ്പൂണുകൾ ഉണ്ടാക്കൂ, കയ്യിലുകൾ ഉണ്ടാക്കൂ. ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഒരുപാട് ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. അതിലൂടെ നിങ്ങൾ വിപണനം ചെയ്യൂ. 6 മാസം കഴിഞ്ഞ് അയാളെ കണ്ടു. അയാൾ വന്നത്, ആശ്രമത്തിൽ വന്നത് ഒരു വില കൂടിയ കാറിലാണ്. സ്വാമി, നല്ല വരുമാനാണിപ്പോൾ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ഇന്നലകളിലെ അറിവ് മാത്രം വെച്ചിരുന്നിട്ട് പ്രയോജനമില്ല. എന്നാൽ ഇന്നലെകൾ നൽകുന്ന പാഠം ഉൾക്കൊണ്ട് പൈതൃകത്തിലും ചരിത്രത്തിലും ഉറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാനായ വേദാന്തിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു വാക്യം ഓർമ്മിപ്പിച്ച് ഉപസംഹരിക്കട്ടെ. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം.